വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത് ടെറിഡോഫൈറ്റ്സ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ആൽഗനെ കുറിച്ചും ബ്രയോഫൈറ്റ്സിനെ കുറിച്ചും അതിൻ്റെ ഒരു ഏകദേശ രൂപം നിങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരുന്നു. NCERT വെച്ച് റിവൈസ് ചെയ്തിട്ടുണ്ടാവും. ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അതൊരു നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതിലേക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആരും ഡൗട്ട് വെച്ചിട്ട് ഇരിക്കേണ്ട. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, റിപ്ലൈ ആയിട്ട് തരും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അടുത്ത സെക്ഷനാണ് ടെറിഡോഫൈറ്റ്സ്. ബ്രയോഫൈറ്റ് അതിൻ്റെ മെയിൻ പ്ലാൻ ബോഡി ഗാമിറ്റോഫൈറ്റ് എന്ന് പറയും. എന്നാൽ ഇവിടെ ടെറിഡോഫൈറ്റ്സിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ മെയിൻ പ്ലാൻ ബോഡി എന്ന് പറയുന്നത് സ്പോറോഫൈറ്റ്. നമ്മൾ ടെറിഡോഫൈറ്റ്സിനെ കുറിച്ച് ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ട് ടെറിഡോഫൈറ്റ്സിനെ. നിങ്ങൾ ചില ലീഫുകളൊക്കെ എടുത്തിട്ട് നിങ്ങളിങ്ങനെ അടിക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു കളറ്, ഒരു പൊടി പറ്റിയിട്ടുണ്ടായിരിക്കും അല്ലേ? ചെറിയ ചെറിയ സമയത്തൊക്കെ നമ്മൾ ന്യൂസിലാൻഡിൻ്റെ ചിഹ്നം അതൊക്കെ നമ്മൾ ഇങ്ങനെ അങ്ങനെ അടിക്കാറുണ്ട്. മൈലാഞ്ചി ഇട്ട് അങ്ങനെ പല രീതിയിലൊക്കെ പറയാറുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ചില സിനിമയിലൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ? മമ്മൂട്ടിൻ്റെ ലൗഡ് സ്പീക്കർ സിനിമയിൽ വലിയ കടവിൽ അന്നേരം ആ പാട്ട് സീനിലൊക്കെ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. ഓക്കെ, ശരി. തീർച്ചയായിട്ടും ടെറിഡോഫൈറ്റ്സിനെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ടെറിഡോഫൈറ്റ്സിന്റെ ആ പ്ലാൻ ബോഡി സ്പോർ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് അവരെ നമ്മളെ കയ്യിലേക്ക് വരുന്നതൊക്കെ സ്പോറാണ്. സ്പോറോഫൈറ്റ് മെയിൻ പ്ലാൻ ബോഡി സ്പോറോഫൈറ്റാ. ടെറിഡോഫൈറ്റ്സിന്റെ മെയിൻ പ്ലാൻ ബോഡി സ്പോറോഫൈറ്റാ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ ടെറിഡോഫൈറ്റ്സ് എന്ന് പറയുന്നത് കരയിലെ ഫസ്റ്റ് വാസ്കുലാർ ടിഷ്യൂ റിപ്പോർട്ട് ചെയ്ത ഒരു പ്ലാൻ വിഭാഗം കൂടിയാണ് ഇത് ടെറിഡോഫൈറ്റ്. ശരിയായ റൂട്ട്, ശരിയായ സ്റ്റെമ്മ്, ശരിയായ ലീഫുള്ള ഒരു പ്ലാൻ വിഭാഗം കൂടിയാണ് ഇത് ടെറിഡോഫൈറ്റ്സ്. ഫസ്റ്റ് വാസ്കുലാർ ടിഷ്യൂ റിപ്പോർട്ട് ചെയ്ത കരയിലെ പ്ലാന്റ് എന്നറിയപ്പെടുന്നത് ആരാണ്? ടെറിഡോഫൈറ്റ്സ് ആണ് അല്ലേ? അവരുടെ മെയിൻ പ്ലാൻ ബോഡി എന്താണ്? സ്പോറോഫൈറ്റ് ആണ്. നിങ്ങൾ നോക്കൂ, ബ്രയോഫൈറ്റിൻ്റെത് മെയിൻ പ്ലാൻ ബോഡി ഗാമിറ്റോഫൈറ്റ്. ബ്രയോഫൈറ്റിന്റെ മെയിൻ പ്ലാൻ ബോഡി ഗാമിറ്റോഫൈറ്റ്, അത് ഫ്രീ ലിവിങ് ആണ്. അതിന്റെ മേലെ സ്പോറോഫൈറ്റ്, അത് ഫ്രീ ലിവിങ് അല്ല. ഇവിടെ നോക്കൂ, ഇവിടെ മെയിൻ പ്ലാൻ ബോഡി സ്പോറോഫൈറ്റാ, ഇവിടെ മെയിൻ പ്ലാൻ ബോഡി സ്പോറോഫൈറ്റാ. കണ്ട, ഞാൻ ആദ്യം ഇതിന്റെ ലൈഫ് സൈക്കിൾ പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ കാര്യങ്ങളിലേക്കൊക്കെ വരാം. ശ്രദ്ധിച്ചോളൂ എല്ലാവരും. നോക്കൂ നിങ്ങൾ, ഞാനൊരു ടെറിഡോഫൈറ്റ്സ് ഇവിടെ വരയ്ക്കുകയാണ്. ഇതാ ഞാൻ വരച്ചു. ഞാനൊരു ടെറിഡോഫൈറ്റ്സ്, ഒരു ഫേൺസ്. ടെറിഡോഫൈറ്റ്സിൽ പല വിഭാഗങ്ങളുണ്ടെന്ന് ഞാൻ ഈ സ്ലൈഡിൽ, ഫസ്റ്റത്തെ സ്ലൈഡിൽ കാണുന്നുണ്ട്. മനസ്സിലായോ? ഫസ്റ്റത്തെ ഒരു സ്ലൈഡിൽ കാണുന്നുണ്ട് ടെറിഡോഫൈറ്റ്സിന് എത്ര വിഭാഗങ്ങളുണ്ട് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ടെറിഡോഫൈറ്റ്സിലെ ഫേൺ വിഭാഗങ്ങളാണ് ഈ പറയുന്ന ടിറോപ്സിഡ എന്ന് പറയുന്ന ഒരു വിഭാഗം. ടെറിഡോഫൈറ്റ്സിൽ കുറെ വിഭാഗങ്ങളുണ്ട്, നമുക്ക് അതിലേക്ക് പിന്നെ പറയാം. അത് ഞാൻ ഒരു ടെറിഡോഫൈറ്റ് ലൈഫ് സൈക്കിൾ ഒന്ന് പറയട്ടെ. ശരിയായ സ്റ്റെം ഇതാ, ശരിയായ റൂട്ട് ഇതാ. ഇത് ലീഫാണ് വിചാരിക്കും, ടെറിഡോഫൈറ്റ്സിന്റെ ലീഫ്. ഓക്കെ, നോ പ്രോബ്ലം. ലീഫ്, ദ മെയിൻ പ്ലാൻ ബോഡി സ്പോറോഫൈറ്റ്. സ്പോറോഫൈറ്റ് 2n കണ്ടീഷൻ ആണ്. സ്പോറോഫൈറ്റ് 2n കണ്ടീഷൻ. ആ സ്പോറോഫൈറ്റ് അതിനൊരു ലീഫ് ഉണ്ടല്ലോ അല്ലെ? ലീഫ് സ്പോറോഫിൽ എന്നാണ് ആ ലീഫിന്റെ പേര്, സ്പോറോഫിൽ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ സ്പോറോഫിൽ ഇങ്ങനെ കൂടി 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 ചേർന്ന് ഒരു കോൺ രൂപത്തിലാവാനും സാധ്യത, ഒരു കോൺ ഉണ്ടാവാനും സാധ്യതയുണ്ട്. സ്പോറോഫിൽ കോൺ ആവാൻ സാധ്യതയുണ്ട്. സ്പോറോഫിൽ കോൺ. ഈ സ്പോറോഫിൽ കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരു കോൺ അല്ലെങ്കിൽ സ്ട്രോബിലി എന്നൊക്കെ പറയും. അതൊക്കെ കാണുന്ന വിഭാഗങ്ങളുണ്ട് അല്ലേ? കോൺ എന്താണ്, കോൺ അല്ലെങ്കിൽ എന്താണ് സ്ട്രോബിലി എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മൾ അതിലേക്കൊക്കെ പിന്നെ വരാം. അപ്പോൾ നോക്കി നിങ്ങൾ, ഇത് സ്പോറോഫൈറ്റ്, അതിനൊരു ലീഫ്, ആ സ്പോറോഫിൽ. ഞാൻ ആ ലീഫ് ഒന്ന് നോക്കുകയാണെങ്കിൽ ആ സ്പോറോഫിലിൻ്റെ ഉള്ളിൽ ഒരു സഞ്ചിയുണ്ട്, സ്പൊറാഞ്ചിയം. എന്താണ്? സ്പൊറാഞ്ചിയം. ഒരു സഞ്ചിയാണ് സ്പൊറാഞ്ചിയം. ഈ സ്പൊറാഞ്ചിയത്തിൻ്റെ ഉള്ളിൽ ഒരു മദർ സെല്ലുണ്ട്. സ്പൊറാഞ്ചിയത്തിൻ്റെ ഉള്ളിൽ ഒരു മദർ സെല്ലുണ്ട്, സ്പോർ മദർ സെൽ. എന്താണുള്ളത്? സ്പോർ മദർ സെൽ. സ്പോർ മദർ സെൽ. ആ സ്പോർ മദർ സെൽ എന്ന് പറയുന്നത് 2n കണ്ടീഷൻ ആണ്, ഡിപ്ലോയിഡ് ആണ്. സ്പോറോഫൈറ്റിലുള്ള സാധനമൊക്കെ ഡിപ്ലോയിഡ് ആയിരിക്കും, ഗാമിറ്റോഫൈറ്റിലുള്ളതൊക്കെ ഹാപ്ലോയിഡ് ആയിരിക്കും എന്നുള്ളത് പോലെ തന്നെ. ഞാൻ പറഞ്ഞത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പൊ സ്പോർ മദർ സെല്ല്. അങ്ങനെ ആ സ്പോർ മദർ സെല്ലിൽ എന്ത് സംഭവിക്കും? ആ സ്പോർ മദർ സെല്ലിൽ മിയോസിസ് നടക്കും. സ്പോർ മദർ സെല്ലിൽ മിയോസിസ് നടന്നു കഴിഞ്ഞാൽ
സ്പോറുകൾ ഉണ്ടാവും. ഹാപ്ലോയിഡ് സ്പോറുകൾ ഫോം ചെയ്യാൻ തുടങ്ങും. ഹാപ്ലോയിഡ് സ്പോർ, ഒരു സെല്ലിന് മിയോസിസ് തന്നാൽ 4 സ്പോർ ഉണ്ടാവുക. ഓക്കെ, എൻ കണ്ടീഷൻ ഹാപ്ലോയിഡ് സ്പോർസ്. ഹാപ്ലോയിഡ് സ്പോർസ് കണ്ട, ഹാപ്ലോയിഡ് സ്പോർസ്. പലപ്പോഴും ടെറിഡോഫൈറ്റ്സിൽ മിക്ക ടെറിഡോഫൈറ്റ്സുകളും ഉണ്ടാക്കുന്ന സ്പോറുകൾ എല്ലാം ഒരേ ടൈപ്പ് സ്പോറുകളായിരിക്കും. അപ്പോൾ നമ്മൾ അവരൊക്കെ വിളിക്കുന്ന പേര് ഹോമോസ്പോറസുകൾ എന്നായിരിക്കും, ഹോമോസ്പോറസ്. അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ ഇവിടെ മെയിൻ പ്ലാൻ ബോഡി സ്പോറോഫൈറ്റ്, സ്പോറോഫിൽ, സ്പോറോഫിലിനുള്ളിൽ സ്പൊറാഞ്ചിയം, സ്പോർ മദർ സെൽ, മിയോസിസ് നടന്ന് സ്പോർ ഉണ്ടായി. ഈ സ്പോറുകളിൽ ഡിവിഷൻ നടന്ന് അവിടെ ഒരു ഹാർട്ട് ലൈക്ക് സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു പ്രോതാലസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ, ഇതിൽ മൈറ്റോസിസ് ആട്ടോ ഡിവിഷൻ നടക്കുന്നത്. അങ്ങനെ നമ്പർ ഓഫ് സെല്ല് അവിടെ ഇൻക്രീസ് ചെയ്യുന്നു. മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഇവിടെ ഫോം ചെയ്തു. അത് മൾട്ടി സെല്ലുലാർ ആണ്, പക്ഷെ ചെറിയ സ്ട്രക്ചറാണ്. മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് ഒരു സ്പോറിന് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് ഈ ഉണ്ടായ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേര് പ്രോതാലസ് എന്നാണ്. ഈ പ്രോതാലസിന്റെ ഫർദർ ഈ പ്ലാന്റിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് ഫർദർ ഡെവലപ്മെന്റും കാര്യം ഇതൊക്കെ നിൽക്കുന്നത് എവിടേക്കാരും ചിലപ്പോൾ പ്ലാന്റിൽ ആ സ്പോറോഫൈറ്റിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ടായിരിക്കും ഈ പ്രോതാലസ്. സ്പോറോഫിലിന്റെ ഉള്ളിൽ സ്പൊറാഞ്ചിയുണ്ട്, സ്പൊറാഞ്ചിക്കുള്ളിൽ സ്പോർ മദർ സെൽ, മിയോസിസ് നടന്ന സ്പോർ ഉണ്ടായി. ആ സ്പോർ പിന്നെ പ്രോതാലസ് ആയി, പിന്നെ അത് ഫർദർ ഡെവലപ്മെന്റ് ഫ്രീ ലിവിങ് ആയിട്ട് പുറത്തേക്ക് ഇവിടെ നിൽക്കുന്നുണ്ടായിരിക്കും. ഈ പ്ലാന്റ് ബോഡിയിൽ ഡിപ്പെൻഡന്റ് അല്ല, ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രോതാലസ്. ഈ പ്രോതാലസിന്റെ മേലെ ആർക്കിഗോണിയ ഉണ്ട്, ഇവിടെ ആന്ത്രീഡിയ ഉണ്ട്. ആർക്കിഗോണിയത്തിൽ എഗ് ഉണ്ട്, ആന്ത്രീഡിയത്തിൽ ആന്ത്രോസോയിഡ് ഉണ്ട്. ഈ ആന്ത്രോസോയിഡ് എന്നാണ്, എഗ്ഗും എന്നാണ്. ഇവർക്കും വാട്ടർ വേണം. ഇവരുടെ റീപ്രഷൻ നടക്കണമെങ്കിലും ഇവർക്ക് എന്ത് വേണം? വാട്ടർ വേണം. അങ്ങനെ എഗ് ആന്ത്രോസോയിഡ് എഗ്ഗുമായിട്ട് ഫ്യൂഷൻ നടന്ന് സൈഗോട്ട് ഫോം ചെയ്തു. വാട്ടറിന്റെ പ്രസൻസിൽ ഈ പ്രോതാലസിൽ വാട്ടറിന്റെ ഒരു മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ ഉണ്ടായാൽ അവിടെ ഫെർട്ടിലൈസേഷൻ നടന്ന് സൈഗോട്ട് ഉണ്ടായി. സൈഗോട്ട് പിന്നീട് എംബ്രിയോ ആയി മാറി. എംബ്രിയോ പിന്നീട് അവിടെ നിന്ന് പുതിയൊരു സ്പോറോഫൈറ്റ്, ഇതേപോലെ ഒരു സ്പോറോഫൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നു. ടു എൻ കണ്ടീഷൻ അല്ലേ, സ്പോറോഫൈറ്റ്. ഇതാണ് ലൈഫ് സൈക്കിൾ ഓഫ് ഒരു ജനറൽ ആയിട്ട് നമ്മളൊരു ടെറിഡോഫൈറ്റ്സിൽ ഒരു മോസ്റ്റ് കോമൺ ടൈപ്പ് ആയിട്ടുള്ള ഒരു ലൈഫ് സൈക്കിളാണ്. ഒരു മെയിൻ പ്ലാൻ ബോഡി ഉണ്ട്, സ്പോറോഫൈറ്റ്, ഡോമിനന്റ് ഫേസ്, സ്പോറോഫിൽ ഉണ്ട്, സ്പോറോഫിലിന്റെ ഉള്ളിൽ സ്പൊറാഞ്ചി ഉണ്ട്, സ്പൊറാഞ്ചിക്കുള്ളിൽ സ്പോർ മദർ സെൽ ഉണ്ട്. ആ സ്പോർ മദർ സെല്ലിന് മിയോസിസ് നടന്നിട്ട് സ്പോറുകൾ ഉണ്ടായി, ഹാപ്ലോയിഡ് സ്പോറുകൾ ഉണ്ടായി. പലപ്പോഴും അത്തരം സ്പോറുകളെല്ലാം ഒരേപോലെയാണെന്ന്, അതുകൊണ്ട് സിമിലർ കൈൻഡ് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹോമോസ്പോറസ് ആയിരിക്കും. ഈ പറയുന്ന സ്പോറുകൾ പിന്നീട് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന് അതൊരു പ്രോതാലസ് ആയി മാറി. ആ പ്രോതാലസ് പിന്നീട് അതിന്റെ മേലെ ഫീമെയിൽ ഗാമിറ്റ് ഓഫ് മീൻസ് ഈ ഗാമിറ്റ് ഉണ്ടാകുന്ന ആർക്കിഗോണിയം, ആന്ത്രീഡിയം, അതിൻ്റെ ഉള്ളിൽ പിന്നെ ഫെർട്ടിലൈസേഷൻ ഒക്കെ നടന്ന് അവിടെ പ്രോതാലസിൽ ഫെർട്ടിലൈസേഷൻ നടന്ന് അവിടെ സൈഗോട്ടായി എംബ്രിയോ ആയി മാറി. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടുത്തെ സ്പോറോഫൈറ്റും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ പ്രോതാലസ് എന്ന് പറയുന്നത് ഗാമിറ്റോഫൈറ്റ് ആണ്, ടെറിഡോഫൈറ്റിന്റെ ഗാമിറ്റോഫൈറ്റ് ആണ്. ഇവർ രണ്ടുപേരും ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ കഴിയുന്നവരാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു വേർഡ് ഉണ്ട്, പ്രോതാലസ് ഈസ് മോസ്റ്റ്ലി ഫോട്ടോസിന്തറ്റിക് ആണ്. ഇൻഡിപെൻഡന്റ് ആണ്. മോസ്റ്റ്ലി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം വേറെയും കൂടിയുണ്ട്, സാപ്രോട്രോഫിക്കും കൂടിയാണ്. അതായത് ഡെഡ് ആയിട്ടുള്ള സാധനത്തിന്റെ മേലും കൂടി ഇയാൾക്ക് ന്യൂട്രിയൻസ് വലിച്ചെടുക്കാൻ കഴിയും പ്രോതാലസ്. മോസ്റ്റ്ലി ഫോട്ടോസിന്തറ്റിക് ആണ്, എന്നാലും ചിലത് സാപ്രോട്രോഫിക് ആണ് എന്ന് പറയുന്നുണ്ട് NCERT. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, റീപ്രൊഡക്ഷൻ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ടെറിഡോഫൈറ്റ്സ് വളരെ എളുപ്പമാണ് പറയാൻ. ടെറിഡോഫൈറ്റ്സ് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. എല്ലാ ടെറിഡോഫൈറ്റ്സും ഇതേപോലെ ഒരേ ടൈപ്പ് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നതുമല്ല. ഹോമോസ്പോറസ് മാത്രമല്ല, ഹെട്രോസ്പോറസ് ആയിട്ടുള്ളവരും ഉണ്ട്. പക്ഷെ ഹെട്രോസ്പോറസുകളുടെ ലൈഫ് സൈക്കിള് വ്യത്യാസമുണ്ട്. ഹെട്രോസ്പോറസിന്റെ ലൈഫ് സൈക്കിൾ വ്യത്യാസമുണ്ട്. ഇപ്പോ സെലാജിനല്ല സാൽവീനിയ എല്ലാ വർഷം നീറ്റ് എക്സാമിനേഷൻ അധികം കണ്ടിട്ടുണ്ട്. 2020 ശേഷം ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്ത 2 ആൾക്കാരാണ് സെലാജിനല്ലയും സാൽവീനിയയും. എന്താ കാര്യം? സെലാജിനല്ലയും സാൽവീനിയുടെയും പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സെലാജിനല്ലയും സാൽവീനിയ അവര് ഹോമോസ്പോറസ് അല്ല, അവര് ഹെട്രോസ്പോറസ് ആണ്. ഞാൻ പറയാം, ഇതിപ്പോ ഒരു സെലാജിനല്ല ആണെന്ന് വിചാരിക്കാം, സെലാജിനല്ല അവരുടെ ഉള്ളിൽ തന്നെ എന്ത് 2 ടൈപ്പ് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യും. ഇതിപ്പോ സെലാജിനലിന്റെ ഇവിടെ 2 ടൈപ്പ് സ്പോർ, മെഗാസ്പോറും മൈക്രോസ്പോറും ഈ സെലാജിനല്ലയുടെ സ്പോറോഫൈറ്റിന്റെ മേലെ അവര് പ്രൊഡ്യൂസ് ചെയ്യും. മെഗാസ്പോറും മൈക്രോസ്പോർ, ഇത് മെഗാസ്പോർ ആണ്, ഇത് മൈക്രോസ്പോർ ആണെന്ന് വിചാരിക്കുക.
ഓക്കെ, ആ പ്ലാന്റ് ബോഡി തന്നെ മെഗാസ്പോർ പിന്നീട് എന്തായിട്ട് മാറും? അവിടെ ഒരു ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് ആയി മാറി. കണ്ട, മെഗാസ്പോർ പിന്നീട് ഒരു ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് ആയി മാറി. ആ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് എവിടെ തന്നെയാണ് നിൽക്കുന്നത്? സ്പോറോഫൈറ്റിലാണ് നിൽക്കുന്നത്. ഈ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റിന്റെ ഉള്ളിൽ എഗ് ഉണ്ട്. അങ്ങനെ പറയാം. നമ്മൾ പ്രോത്താലസ് എന്നുള്ള രീതി ഒന്നും ഇവിടെ പറയണില്ല. അതായത് സെലാജിനല്ലയും സാൽവീനിയും ആണെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹെട്രോസ്പോറസ് ആയിരിക്കും. ഹെട്രോസ്പോറസ് എന്ന് പറയുന്നത് ഒരാൾ മെഗാസ്പോറും ഒരാൾ മൈക്രോസ്പോറും. അങ്ങനെ മെഗാസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഗാസ്പോർ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റും മൈക്രോസ്പോർ മെയിൽ ഗാമിറ്റോഫൈറ്റ് ആയി മാറും, മെയിൽ ഗാമിറ്റോഫൈറ്റ് ആയിട്ട് മാറും അല്ലെ. എന്നിട്ട് എന്താ സംഭവിക്കാം? മെയിൽ ഗാമീറ്റ് എവിടേക്ക് പോകും? ഈ പറയുന്ന ഫീമെയിൽ ഗാമിറ്റോഫൈറ്റിലേക്ക് പോകുന്നു. മെയിൽ ഗാമീറ്റ് ഫീമെയിൽ ഗാമിറ്റിലേക്ക് പോകുന്നു. അങ്ങനെ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റിൽ എന്ത് സംഭവിക്കുന്നു? ഫെർട്ടിലൈസേഷൻ നടന്ന് സൈഗോട്ട് എംബ്രിയോ ആയി മാറുന്നു. കണ്ട, ഫീമെയിൽ ഗാമിറ്റോഫൈറ്റിൽ സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറുന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയുള്ള ഈ എംബ്രിയോ ഡെവലപ്മെന്റ് ഒക്കെ നടക്കുന്നത് ഈ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റിന്റെ ഉള്ളിലാണ്. കണ്ട, ഫീമെയിൽ ഗാമിറ്റോഫൈറ്റിന്റെ ഉള്ളിലാണ് എംബ്രിയോ ഡെവലപ്മെന്റ് നടക്കുന്നത്. സൈഗോട്ട് എംബ്രിയോ ഡെവലപ്മെന്റ് നടക്കുന്നത് ഈ പറയുന്ന ഫീമെയിൽ ഗാമിറ്റോഫൈറ്റിന്റെ ഉള്ളിലാണ്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റിന്റെ ഉള്ളിൽ എംബ്രിയോ ഡെവലപ്മെന്റ് നടക്കുന്നതും അതുപോലെ തന്നെ ഈ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് സ്പോറോഫൈറ്റിൽ ഒരുപാട് കാലം റീറ്റെയിൻ ചെയ്യുകയും ഇവർ 2 ടൈപ്പ് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഒരു വിത്ത് ഉണ്ടാക്കേണ്ട ക്യാരക്ടറാണ്. ശരിക്കും സീഡ് ഉണ്ടാക്കേണ്ട ക്യാരക്ടറാണ്. ഈ കാണിച്ച ക്യാരക്ടർ ഉണ്ടല്ലോ, ഇവർ ഹെട്രോസ്പോറസ് ആയി. അപ്പൊ സെലാജിനല്ലയുടെയും സാൽവിനിയുടെയും അത് ഹെട്രോസ്പോറസ് ആവുന്നതും അവരുടെ പറഞ്ഞ ക്യാരക്ടറൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും കുറെ പറഞ്ഞതാണ്. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഇവരൊരിക്കലും സീഡ് ഉണ്ടാക്കുന്നില്ല. സീഡ് ഹാബിറ്റിന്റെ മുന്നേയുള്ള സീഡ് ഹാബിറ്റിന് വേണ്ട പ്രിക്കർസർ ഓൾ ഈവൻസ് അവർ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഒരുക്കങ്ങൾ കാണിച്ചിട്ടുണ്ട്, പ്രിക്കർസർ ടു സീഡ് ഹാബിറ്റ് കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വരികയാണ്, നേരത്തെ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ടെറിഡോഫൈറ്റ്സിന്റെ പ്രോതാലസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാമിറ്റോഫൈറ്റ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ. ഗാമിറ്റോഫൈറ്റ് എന്ന് പറയുന്നത് പ്രോതാലസ്, ടെറിഡോഫൈറ്റിന്റെ ഗാമിറ്റോഫൈറ്റ് എന്ന് പറയുന്നത് പ്രോതാലസ് ആണ്. ആ പ്രോതാലസ് സ്പോർ എന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു മൾട്ടി സെല്ലുലാർ സ്ട്രക്ചർ ആണ്, ഫ്രീ ലിവിംഗ് ആണ്, സാപ്രോഫൈറ്റിക് ആണ്, ചിലപ്പോൾ അത് എന്താണ് മോസ്റ്റ്ലി ഫോട്ടോസിന്തറ്റിക് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ടെറിഡോഫൈറ്റ്സിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ്. ചില ടെറിഡോഫൈറ്റ്സ് നമുക്ക് അലങ്കാര ചെടികളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ഓർണമെന്റൽസ് ആയിട്ട് വളരുന്നുണ്ട്. ചില ഒരു മണ്ണിൽ നമുക്ക് ബൈൻഡ് ചെയ്യിച്ചു കഴിഞ്ഞാൽ അവിടെ സോയിൽ എറോഷൻസ് പ്രിവെന്റ് ചെയ്യാൻ കഴിയും, സോയിൽ ബൈൻഡേഴ്സ് ആണ്. ചിലത് മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ചില ടെറിഡോഫൈറ്റ്സ്. നമ്മൾ ഇതിന്റെ തുടക്കത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെറിഡോഫൈറ്റ്സ് അതിനെ ഒരുപാട് ക്ലാസ്സുകളായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. സിലോപ്സിഡ, ലൈക്കോപ്സിഡ, സ്വിനോപ്സിഡ, ട്യൂറോപ്സിഡ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ലൈക്കോപ്സിഡയിൽപ്പെട്ട സെലാജിനല്ലയുടെ ലീഫിന്റെ എന്താ പറയാ, ലീഫിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ചെറുതാണ്. അവരുടെ ലീഫിനെ നമ്മൾ മൈക്രോഫിൽ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? മൈക്രോഫിൽ. സെലാജിനല്ല മൈക്രോഫിലാണ്, മൈക്രോഫിൽ ലീഫാണ്. എന്നാൽ ഫേൺസ് വിഭാഗം, ട്യൂറോപ്സിഡ എന്ന് പറയുന്നത് ഫേൺസ് വിഭാഗമാണ്. ട്യൂറോപ്സിഡ എന്ന് പറയുന്നത് ഫേൺസ് വിഭാഗമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ലീഫുകൾ വലിയ ലീഫാണ്, മാക്രോഫിൽസുകളാണ്. ഈ ഫേൺസുകൾ, ഈ ട്യൂറോപ്സിഡ എന്ന് പറഞ്ഞ വിഭാഗം ഫേൺസുകൾ, ഇവരുടേത് മാക്രോഫില്ലുകളാണ്. മാക്രോഫിൽ. പിന്നെ ലീഫുകൾ അഗ്രിഗേറ്റ് ചെയ്ത് കോണ് കാണുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ സ്ട്രോബിലസ് കാണുന്നു എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ കാണുന്നത് ആരിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെലാജിനലിലും കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഇക്യൂസിറ്റത്തിലും കാണുന്നുണ്ട്. അത് മറക്കണ്ട. നമ്മൾ ജിംനോസ്പേമിനാണ് ഇനി പറയാൻ പോകുന്നത്. ജിംനോസ്പേംസ് എന്ന് പറയുമ്പോൾ നേക്കഡ് സീഡ് പ്ലാന്റ്സ് ആണ്. ജിംനോസ്പേം നേക്കഡ് സീഡ് പ്ലാന്റ്സ്. എന്തുകൊണ്ടാണ് അത് നേക്കഡ് സീഡ് പ്ലാന്റ്സ് എന്ന് പറയാൻ കാരണം? ഫ്ലവറിംഗ് പ്ലാന്റ്സിന് ഒവ്യൂൾ ഉണ്ടല്ലോ, ഓവറിക്കുള്ളിൽ ഒവ്യൂൾ ഉണ്ടല്ലോ. ആ ഓവ്യൂളിനെ കവർ ചെയ്തിട്ട് ഓവറി ഉണ്ടല്ലോ. ആ ഓവറി ഫ്രൂട്ട് ആവുമ്പോൾ ഒവ്യൂളും
സീഡ് ആവും, ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ സീഡ് ഉണ്ടാവും. ജിംനോസ്പേമിന് ഒവ്യൂളേ ഉള്ളൂ, അതിനെ കവർ ചെയ്ത് ഓവറി ഇല്ല. അപ്പൊ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ആയാലും ബിഫോർ ഫെർട്ടിലൈസേഷൻ ആയാലും നമ്മുടെ ഒവ്യൂള് ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്, നേക്ഡ് ആണ്. അവിടെ ഓവർ അതിനെ കവർ ചെയ്തിട്ട് ആരും ഇല്ല, ഫ്രീ ആയിട്ടാണ്. നമ്മൾ ഇനി ലൈഫ് സൈക്കിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവരുടെ ഒവ്യൂൾ എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് അവരെ നേക്കഡ് സീഡ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ജിംനോസ്പേമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയുമ്പോൾ ജിംനോസ്പേമിൽ മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ട്രീസും അതുപോലെ തന്നെ ടോൾ ട്രീസും അല്ലെങ്കിൽ ശ്രബ്സ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്ലാന്റ് ആയിട്ടുള്ള സെക്വയ ഈ ഗ്രൂപ്പിൽ പെട്ടതാണ് ജിംനോസ്പേമിൽ. ജിംനോസ്പേമിന്റെ ഒരു പ്ലാന്റിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ടാപ്പ് റൂട്ട് ആയിട്ടാണ് നമുക്ക് കാണാം. ജനറലി ടാപ്പ് റൂട്ട് ആണ് ജിംനോസ്പേമിന്റെ, ജനറലി എന്താണ് ടാപ്പ് റൂട്ട് ആണ്. പൈനസിന്റെ ഒക്കെ റൂട്ടിൽ ഫംഗൽ അസോസിയേഷനെ കാണാം. ആ റൂട്ടിനെ നമ്മൾ മൈക്കോറൈസ എന്നാണ് വിളിക്കുക, ഫംഗൽ അസോസിയേഷൻ. എന്നാൽ സൈക്കസ്, നമ്മളിതാ ഈ ചിത്രത്തിൽ ഇവിടെ കാണുന്നുണ്ടാവും സൈക്കസ്. ഈ സൈക്കസ് എന്ന് പറയുന്നതിന്റെ റൂട്ട് ഒരു സ്പെഷ്യലൈസ്ഡ് റൂട്ടാണ്. മേലേക്ക് വരുന്ന, അടിയിൽ നോക്കി കഴിഞ്ഞാൽ മേലേക്ക് ഒരു റൂട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ എന്താ ഒരു ടൈപ്പ് ഓഫ് റൂട്ട്സ്. ആ സ്പെഷ്യലൈസ്ഡ് റൂട്ടിനെ വിളിക്കുന്ന പേരാണ് കോറലോയിഡ് റൂട്ട്സ് എന്നാണ് പറയുക. ആ കോറലോയിഡ് റൂട്ട്സിൽ സാനോ ബാക്ടീരിയ ഇരിക്കാറുണ്ട്, നൈട്രജൻ ഫിക്സിങ് സാനോ ബാക്ടീരിയ ഇരിക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ കണ്ട ഈ സൈക്കസ് എന്ന് പറയുന്ന സ്റ്റെമ്മ് നോക്കിക്കഴിഞ്ഞാൽ അത് അൺബ്രാഞ്ച്ഡ് ആണ്. എന്നാൽ പൈൻ മരങ്ങൾ, ഇതിന് തൊട്ടപ്പുറത്തുള്ള ഇതാണ് പൈനസ്. നമുക്കറിയാം, നമ്മൾ കൊടൈക്കനാൽ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ സ്ഥിരം കാണുന്നതാണ് ഇത്, ഈ പൈൻ വാലി. നമ്മളവിടെ പൈൻ ഫോറസ്റ്റ് ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ ഇത്തരം ചെടികളിലൊക്കെ ബ്രാഞ്ച് ഉണ്ട്, പൈനസിന്റെ. ഒരു ലോങ് ഷൂട്ടും ഡോർഫ് ഷൂട്ടും, ലോങ് ഷൂട്ടും പിന്നെ ചെറിയ ഷൂട്ട്, അതിന്റെ മേലെ നിന്ന് ഇങ്ങനെ ലീഫ് ഇങ്ങനെ കാണാം, ചെറിയ ചെറിയ ഷൂട്ട്, അതിന്മേൽ ഇങ്ങനെ ലീഫുകൾ ഉണ്ടാവാം. ഈ പറയുന്ന ബ്രാഞ്ചഡ് ആയിട്ടുള്ള പൈനസും സിഡ്രസും ബ്രാഞ്ചഡ് ആണ്. പലപ്പോഴും നമ്മൾ ജിംനോസ്പേമിന്റെ ലീഫ് നോക്കുകയാണെങ്കിൽ സിമ്പിൾ ലീഫോ അല്ലെങ്കിൽ കോമ്പൗണ്ട് ലീഫോ കണ്ടിട്ടുണ്ട്. എന്നാൽ സൈക്കസിന്റെ കേസിൽ ആ ലീഫ് എന്ന് പറയുന്നത് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫാണ്. അതായത് ഇങ്ങനത്തെ ലീഫ്, പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്, സൈക്കസിന്റെ ലീഫ്, പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. ആ ലീഫ് കുറച്ചു കാലം ചെടിയിൽ നിന്ന് കുറച്ചു കാലം കഴിഞ്ഞിട്ട് അത് നിലത്തേക്ക് വീഴാറുണ്ട്. അങ്ങനെ വീഴും, പിന്നെയും കുറെ കാലം നിൽക്കും, പിന്നെ അതിങ്ങനെ വീഴും. അങ്ങനെ അതുകൊണ്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ പറയുന്നത്, the leaves may be simple. In cycas, the pinnate leaves persist for a few years. വർഷങ്ങളോടെ നിൽക്കാറുണ്ട്, പിന്നെ അത് കൊഴിഞ്ഞാടും. Leaves in gymnosperm are well adapted to withstand extreme of temperature, humidity and wind. ജിംനോസ്പേമിന്റെ ലീഫിനെ ഹൈ ഹ്യൂമിഡിറ്റിനോടും അതുപോലെ വിൻഡിനോടും അതുപോലെ ടെമ്പറേച്ചറിനോടും ഒക്കെ അങ്ങേയറ്റം എക്സ്ട്രീം കണ്ടീഷൻസിൽ പോലും അതിനോട് തരണം ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന ആളുകളാണ് ജിംനോസ്പേമിന്റെ ലീവ്സുകൾ. മനസ്സിലാക്കേണ്ട വേറെ കാര്യം, കോണിഫേഴ്സ് പ്ലാന്റ്സ്, അതായത് പൈൻ മരങ്ങൾ, പൈൻ കോണിഫേഴ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലാണ് ആര് വരുന്നത്, പൈനസ് വരുന്നത്. പൈനസിന്റെ ലീഫ് നീഡിൽ ലൈക്കാണ്, സർഫേസ് ഏരിയ കുറവാണ്. എന്തോ അതുകൊണ്ടുള്ള ഗുണം എന്താ, ലൈറ്റ് വന്ന് തട്ടുന്നത് കുറവായിരിക്കും. അപ്പോൾ ട്രാൻസ്പിറേഷൻ ലോസ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ അവർക്ക് തിക്ക് ക്യൂട്ടിക്കിൾ പ്രസന്റ് ആയിരിക്കും, അങ്ങനെ തിക്ക് ക്യൂട്ടിക്കിൾ പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ വാട്ടർ ലോസ് എന്ത് ചെയ്യും, കുറയും. സ്റ്റൊമാറ്റ, നിങ്ങൾക്കറിയാം ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ആളാണ് സ്റ്റൊമാറ്റ. ട്രാൻസ്പിറേഷൻ നടക്കുന്നത് സ്റ്റൊമാറ്റ വഴിയാണ്. ലൈറ്റിന്റെ പ്രസൻസ് സ്റ്റൊമാറ്റ ഓപ്പൺ ചെയ്ത് വാട്ടർ ലോസ് ആവാറുണ്ട്. ഈ സ്റ്റൊമാറ്റ ലീഫിന്റെ സർഫേസിലല്ല, ഒരു ചെറിയൊരു ഡിപ്രഷൻ, ചെറിയൊരു കുഴിയിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേര് സങ്കൺ സ്റ്റൊമാറ്റ എന്നാണ്. ആ സങ്കൺ സ്റ്റൊമാറ്റ ആർക്കുണ്ട്, കോണിഫേഴ്സ് പ്ലാന്റ്സിൽ കാണുന്നുണ്ട്. അതുവഴിയൊക്കെ ഈ വാട്ടർ ലോസ് എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാം. വാട്ടർ ലോസ് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. ജിംനോസ്പേമിന്റെ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ജിംനോസ്പേമിന്റെ ലൈഫ് സൈക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ജിംനോസ്പേമിന്റെ ലൈഫ് സൈക്കിളിലേക്ക് വരാം. നമുക്ക് റീപ്രൊഡക്ഷൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ജിംനോസ്പേമിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരുടെ മെയിൻ പ്ലാൻ ബോഡി സ്പോറോഫൈറ്റ് ആണ്. അതിപ്പോ ടെരിഡോഫൈറ്റിൻ്റെതും മെയിൻ പ്ലാൻ ബോഡി സ്പോറോഫൈറ്റ് ആണ്. ഡിപ്ലോയിഡ് കണ്ടീഷനിലുള്ള ആ ഒരു ഫ്രീ ലിവിങ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് തന്നെയാണ് നമുക്ക് ഇവിടെയും പറയാനുള്ളത്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പൈൻ ഫോറസ്റ്റ് പൈനസിൻ്റെത് വരയ്ക്കുകയാണ്. ഞാനിവിടെ പൈനസ് വരച്ചു. ഇതാണ് പൈനസ്. ഈ പൈനസ് അതിൻ്റെ മേലെ മെയിൽ കോണും ഉണ്ട്, ഫീമെയിൽ കോണും ഉണ്ട്.
ഇത് മെയിൻ പ്ലാൻ ബോഡിയാണ്, ഇത് സ്പോറോഫൈറ്റ് ആണ്. ഇത് സ്പോറോഫൈറ്റ്, മെയിൻ പ്ലാൻ ബോഡി ഡിപ്ലോയിഡ് ആണ് സ്പോറോഫൈറ്റ്. ഈ സ്പോറോഫൈറ്റിന്റെ മേലെ മെയിൽ കോൺ പ്രസന്റ് ആയിരിക്കും. മെയിൽ കോൺ, കുഞ്ഞു ലീഫുകൾ കൂടി ചേർന്നതാണ് ഇത് മെയിൽ കോൺ. വലിയ ലീഫ് കൂടി ചേർന്നത് ഫീമെയിൽ കോൺ. ഓക്കെ, മെയിൽ കോണും ഉണ്ട്, ഫീമെയിൽ കോണും ഉണ്ട്. ചിത്രം ഞാൻ റെപ്രസെന്റ് ചെയ്തു എന്ന് മാത്രമാണ്, ഇങ്ങനെയല്ല. എന്നാലും ഒരു മെയിൻ പ്ലാൻ ബോഡി സ്പോറോഫൈറ്റ്, അതിൽ മെയിൽ കോൺ ഉണ്ട്, ഫീമെയിൽ കോൺ ഉണ്ട്. ഈ മെയിൽ കോൺ ഉണ്ടാക്കിയ കുഞ്ഞു ലീഫിനെ വിളിക്കുന്ന പേര് മൈക്രോസ്പോറോഫിൽ. ഈ മൈക്രോസ്പോറോഫിലിന്റെ ഉള്ളിൽ മൈക്രോസ്പൊറാഞ്ചിയം പ്രസന്റ് ആണ്. ഈ മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും? മൈക്രോസ്പോർ മദർ സെൽ ഉണ്ടായിരിക്കും. ആ മൈക്രോസ്പോർ മദർ സെല്ലിനെ മിയോസിസ് നടന്ന്, മൈക്രോസ്പോർ മദർ സെല്ല് ഡിപ്ലോയിഡ് ആയിരിക്കും. അതിന് മിയോസിസ് നടന്നിട്ട് അവിടെ മൈക്രോസ്പോറുകൾ ഫോം ചെയ്യും. മിയോസിസ് ഹാപ്ലോയിഡ് കണ്ടീഷനാണ്. N മിയോസിസ് നടന്നിട്ട് ഇവിടെ മൈക്രോസ്പോറുകൾ ഫോം ചെയ്തു. ഇവിടെ മിയോസിസ് നടന്നിട്ടുണ്ട്. ഹാപ്ലോയിഡ് മൈക്രോസ്പോറുകൾ. ഈ ഹാപ്ലോയിഡ് മൈക്രോസ്പോറിനെ മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുകയും, അത് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന് അതിൽ കുറച്ച് സെല്ലുകൾ ഉണ്ടാവുകയും, വളരെ കുറച്ച് സെല്ലുകൾ ഉണ്ടായ ഒരു സ്ട്രക്ചർ ആയിട്ട് മാറുന്നു. പോളൻ ഗ്രെയിൻ. അതൊരു പോളൻ ഗ്രെയിൻ ആയിട്ട് മാറുന്നു. ഇതൊരു പോളൻ ഗ്രെയിൻ ആണ്. അതിൽ മെയിൽ ഗാമീറ്റിന്റെ എണ്ണൊന്നും നമുക്ക് പഠിക്കാനില്ല. അതിന്റെ സെല്ലിന്റെ നമ്പർ ഒന്നും, ഈ പോളൻ ഗ്രെയിൻസിന്റെ സെല്ലിന്റെ നമ്പർ ഒന്നും നമുക്ക് പഠിക്കാനില്ല. സോ ദിസ് ഇസ് പോളൻ ഗ്രെയിൻ, മെയിൽ ഗാമിറ്റോഫൈറ്റ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ മെയിൽ ഗാമീറ്റ് ഉണ്ട്. പോളൻ ഗ്രെയിൻ, മെയിൽ ഗാമിറ്റോഫൈറ്റ്സ്, മെയിൽ ഗാമീറ്റ് ഉണ്ട്. ഹാപ്ലോയിഡ് ആണ്. മെയിൽ ഗാമീറ്റ് ഒക്കെ ഹാപ്ലോയിഡ്. ഇതിൻ്റെ ഉള്ളിൽ മെയിൽ ഗാമീറ്റ് ഉണ്ട്. എത്ര മെയിൽ ഗാമീറ്റ് ആണെന്നൊന്നും നമ്മൾ പറയേണ്ട കാര്യം നിലവിൽ ഇല്ല. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഫീമെയിൽ കോൺ അതുണ്ടാക്കിയത് എന്തുകൊണ്ടാണ്? ഞാൻ കളർ ഒന്ന് വേറെ കൊടുക്കാം. ഫീമെയിൽ കോണിന്റെ വേറെ കളർ. ഫീമെയിൽ കോൺ ശ്രദ്ധിച്ചോളി. ഫീമെയിൽ കോൺ, ഈ ഫീമെയിൽ കോൺ ഉണ്ടാക്കിയ ലീഫ് മെഗാസ്പോറോഫിൽ. കാരണം ജിംനോസ്പേം സീഡ് ഉണ്ടാക്കുന്ന ചെടിയാണ്. ജിംനോസ്പേം മെഗാസ്പോറും മൈക്രോസ്പോറും ഉണ്ടാക്കും. ഹെട്രോസ്പോറസ് ആണ്. ഓൾ ജിംനോസ്പേംസ് ആർ ഹെട്രോസ്പോറസ്. കാരണം ഇവർ സീഡ് ഉണ്ടാക്കും, ഉറപ്പല്ലേ? ടെരിഡോഫൈറ്റ് സീഡ് ഹാബിറ്റിന്റെ ഒറിജിൻ കാണിച്ചു, ഇവർ സീഡ് ഹാബിറ്റ് കാണിച്ചു. അപ്പൊ തീർച്ചയായും ഇതിൽ ഹെട്രോസ്പോറസ് ഉണ്ടായിരിക്കും. ഇനി ഗാമിറ്റോഫൈറ്റുകൾ സ്പോറോഫൈറ്റിന്റെ മേലെ റീറ്റൈൻഡും ആയിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. കാരണം ഇവർ സീഡഡ് പ്ലാന്റ്സുകളാണ്. സ്പോറോഫൈറ്റ് ഇവിടെ ഫീമെയിൽ കോൺ ആണിത്. ഈ ഫീമെയിൽ കോൺ ഉണ്ടാക്കിയ ലീഫ് മെഗാസ്പോറോഫിൽ. ഈ മെഗാസ്പോറോഫിലിന്റെ മേലെ, ഇതാണ് മെഗാസ്പോറോഫിൽ. ഈ സ്പോറോഫിലിന്റെ മേലെ കണ്ടോ ഒവ്യൂളാണ് ഈ നിൽക്കുന്നത്. അതിനെ കവർ ചെയ്ത് ആരെങ്കിലും ഉണ്ടോ? ഒവ്യൂളിനെ കവർ ചെയ്തിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഒവ്യൂളിനെ കവേർഡ് അല്ല, ഫ്രീ ആണ്. ഒവ്യൂൾ ഈസ് നോട്ട് കവേർഡ്. ഈ ഒവ്യൂളിനെ വിളിക്കുന്ന പേരാണ് മെഗാസ്പൊറാഞ്ചിയം. അതിന്റെ വേറെ പേരാണ് മെഗാസ്പൊറാഞ്ചിയം. മെഗാസ്പോറോഫിലിൽ മെഗാസ്പൊറാഞ്ചിയം ഉണ്ട്. ഈ മെഗാസ്പൊറാഞ്ചിയത്തിന്റെ സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെഗാസ്പൊറാഞ്ചിയത്തിന്റെ ഉള്ളിൽ ഒരു ന്യൂട്രിറ്റീവ് ടിഷ്യൂ പ്രസന്റ് ആണ്. ആ ന്യൂട്രിറ്റീവ് ടിഷ്യൂവിനെ വിളിക്കുന്ന പേരാണ് ന്യൂസെല്ലസ്. ഇതിൻ്റെ ഉള്ളിൽ ന്യൂട്രിറ്റീവ് ടിഷ്യൂസ് ഉണ്ട്. ഈ ഒവ്യൂളിന്റെ ഉള്ളിൽ ന്യൂട്രിറ്റീവ് ടിഷ്യൂ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂസെല്ലസ്. ന്യൂട്രിറ്റീവ് ടിഷ്യൂ. ഈ ന്യൂസെല്ലസിലെ ഒരാള് എന്തായി മാറും എന്നറിയോ? MMC ആയി മാറും. മെഗാസ്പോർ മദർ സെൽ ന്യൂസെല്ലസിലെ ഒരാൾ MMC ആയിട്ട് മാറും. മെഗാസ്പോർ മദർ സെല്ലായി ഡിഫറൻഷിയേറ്റ് ചെയ്യും. ആ MMC മിയോസിസ് നടന്നു കഴിഞ്ഞ് അവിടെ മെഗാസ്പോർ ഫോം ചെയ്യും.
അങ്ങനെ ഓവിയൂളിൻ്റെ ഉള്ളിൽ എന്ത് ഫോം ചെയ്യും? മെഗാസ്പോർ ഫോം ചെയ്യും. മനസ്സിലായോ? ഓവിയൂളിൻ്റെ ഉള്ളിൽ എന്ത് ഫോം ചെയ്യും? ഇതാണ് ഓവിയൂള്, ഇതാണ് ഓവിയൂള്. ഓവിയൂളിൻ്റെ ഉള്ളിൽ മെഗാസ്പോർ ഫോം ചെയ്യും. മിയോസിസ് നടന്നു കഴിഞ്ഞാൽ എത്ര മെഗാസ്പോർ ഫോം ചെയ്യും? 4 മെഗാസ്പോർ ഫോം ചെയ്യും. മിയോസിസ് നടന്നു കഴിഞ്ഞാൽ അതിൽ 3 നശിച്ചു പോവും. അതിൽ 1 മാത്രം ഫങ്ഷണൽ. എല്ലാ മെഗാസ്പോറും ഹാപ്ലോയിഡ് ആണ്. അതിൽ 3 നശിച്ചു പോവും. 1 മെഗാസ്പോർ എന്തായിട്ട് മാറും? ഫങ്ഷണൽ ആയിട്ട് മാറും. മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഫങ്ഷണൽ മെഗാസ്പോർ പിന്നീട് മൈറ്റോട്ടിക് ഡിവിഷൻ നടത്തിയിട്ട് ഒരു മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഒരു ഇത് ഒവിയൂളല്ലേ, ഈ ഒവിയൂളിന്റെ ഉള്ളിൽ തന്നെ ഈ പറയുന്ന മെഗാസ്പോർ, ഈ ഒവിയൂളിന്റെ ഉള്ളിൽ തന്നെ ഈ മെഗാസ്പോർ ഡിവൈഡ് ചെയ്ത് ഒരു മൾട്ടി സെല്ലുലാർ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് ആയി മാറും. ഒരു മൾട്ടി അതിന്റെ ഏറ്റവും മേലെ ആർക്കിഗോണിയ ഉണ്ടായിരിക്കും. കണ്ട, ആർക്കിഗോണിയ ഉണ്ടായിരിക്കും. ഈ ആർക്കിഗോണിയത്തിൽ എന്തുണ്ടായിരിക്കും? എഗ് ഉണ്ടായിരിക്കും. എഗ് 2 അതിൽ കൂടുതൽ ആർക്കിഗോണിയ ഉണ്ടായിരിക്കും. സോ ഇവിടെ സംഭവിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഒന്ന് വളരെ പ്രധാനപ്പെട്ട ഇതാണ് എന്ത് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ്. ഈ പറയുന്ന മൾട്ടി സെല്ലുലാർ സ്ട്രക്ചർ ആണ് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ്. ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് മൾട്ടി സെല്ലുലാർ സ്ട്രക്ചർ ആണ്. എവിടുന്നാണ് ഉണ്ടായത്? വൺ ഓഫ് ദ മെഗാസ്പോർ എന്നാണ് അത് ഉണ്ടായിട്ടുള്ളത്. ഈ പറയുന്ന ഫീമെയിൽ ഗാമിറ്റോഫൈറ്റിന്റെ മേലെയാണ് എന്ത്? ആർക്കിഗോണിയം ഉള്ളത്. ഇത് 2 ആർക്കിഗോണിയം, മേലുള്ള ഈ 2 ആർക്കിഗോണിയം. അതിൻ്റെ ഉള്ളിൽ എഗ്ഗുണ്ട്. അപ്പൊ ഈ പോളൻ ഗ്രെയിൻസ് കാറ്റ് വഴി ഈ ഓവ്യൂളിന്റെ മൗത്തിലേക്ക് എത്തും. അവിടെ വെച്ച് നമ്മുടെ ഈ പോളൻ ഗ്രെയിൻസിന്റെ പോളൻ ട്യൂബ് അവിടേക്ക് പോളൻ ട്യൂബ് വന്നിട്ട് ഇവിടെ പോളൻ ഗ്രെയിൻസ് വന്ന് നിന്ന് പോളൻ ട്യൂബ് ഇറക്കി ഈ പറയുന്ന ഓവ്യൂൾ ആർക്കിഗോണിയത്തിന്റെ ഉള്ളിലേക്ക് എത്തുന്നു. അങ്ങനെ മെയിൽ ഗാമീറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നു? ഡിസ്ചാർജ് ചെയ്യുന്നു. അങ്ങനെ അവിടെ സൈഗോട്ട് ഉണ്ടാകുന്നു. സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറുന്നു. അപ്പോഴേക്കും ഈ ഒവ്യൂള് സീഡായിട്ട് മാറും. അപ്പോൾ ആ സീഡിൽ നിന്ന് അനദർ സ്പോറോഫൈറ്റ് ഉണ്ടാവുക. പറഞ്ഞത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇതാണ് അതിന്റെ NCERT ടെക്സ്റ്റ് ബുക്കിൽ വളരെ വിശാലമായിട്ട് എഴുതിയൊരു സംഭവമാണ് ഇത്. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്ക് വെച്ച് വായിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ എന്താ ലാസ്റ്റ് സംഭവിച്ചത്? പോളിനേഷൻ നടന്നു. പോളൻ ഗ്രെയിൻസ് വന്നിട്ട് ഒവ്യൂളിന്റെ മേലെ നിന്നു. പോളൻ ട്യൂബ് ഫോം ചെയ്തു. പോളൻ ട്യൂബ് വഴി മെയിൽ ഗാമീറ്റ്സ് ഈ പറയുന്ന എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടായി. അങ്ങനെ സൈഗോട്ട് എംബ്രിയോ ആയി മാറും. അപ്പോഴേക്കും ഒവ്യൂൾ എന്തായിട്ട് മാറും? സീഡായിട്ട് മാറും. ഇത്രയും കാര്യങ്ങളാണ് ജിംനോസ്പേമിൽ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കഴിഞ്ഞ നീറ്റിനൊക്കെ ചോദിച്ചത്, അതിന്റെ മുന്നത്തെ നീറ്റിനൊക്കെ ചോദിച്ചിട്ടുണ്ട് ജിംനോസ്പേമിന്റെ കാര്യം. ഇവിടെ അനിമോഫിലി ആണ് കേട്ടോ, വിൻഡ് വഴിയാണ് പോളിനേഷൻ. ഒരു കാര്യം കൂടി ആലോചിച്ചോളി, ഇത് ഹെട്രോസ്പോറസ് ആണ്, സീഡ് ഉണ്ടാക്കും. മാത്രമല്ല ഈ ഗാമിറ്റോഫൈറ്റ് എവിടെ ഡിപ്പെൻഡന്റ് ആണ്? സ്പോറോഫൈറ്റിൽ അറ്റാച്ച്ഡ് ആണ്. ഫ്രീ ലിവിങ് അല്ല ഗാമിറ്റോഫൈറ്റ്. സ്പോറോഫൈറ്റ് ഫ്രീ ലിവിങ് ആണ്. ഈ ഗാമിറ്റോഫൈറ്റ് ഒക്കെ ഇതിന്റെ മേലെ തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ അതും കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഇനി നമുക്ക് ഈ ചാപ്റ്ററിന്റെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ അവിടെ നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതിലേക്ക് എന്തെങ്കിലുമൊക്കെ മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾ ഡൗട്ടുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ നമ്മളോട് ചോദിക്കുക. ഓക്കെ, എന്തായാലും നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. നോക്കാം. ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാനായിട്ട് മുന്നേ നമുക്ക് ആൻജിയോസ്പേംസ് കൂടി ഉണ്ടല്ലോ അല്ലെ? അപ്പൊ ആൻജിയോസ്പേംസും കൂടി നോക്കിയിട്ട് മതി നമുക്ക് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യല്. നമുക്കറിയാം ആൻജിയോസ്പേമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പഠിക്കേണ്ട കാര്യം നിലവിലില്ല. കാരണം ആൻജിയോസ്പേമിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറി പ്ലാന്റ്സിലൊക്കെ. ഇവിടെ ആൻജിയോസ്പേംസ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത് എക്സെപ്ഷണലി എ ലാർജ് ഗ്രൂപ്പ് ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഓക്കർ ഇൻ വൈഡ് റേഞ്ച് ഓഫ് ഹാബിറ്റേറ്റ്. പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ആരെ കാണാം? ആൻജിയോസ്പേംസിനെ കാണാം. ഈ പറയുന്ന ആൽഗ ആയാലും ബ്രയോഫൈറ്റ് ആയാലും ടെറിഡോഫൈറ്റ് ആയാലും പല ഹാബിറ്റേറ്റിലും നിങ്ങൾക്ക് അതിൻ്റെതായ ചില ഹാബിറ്റേറ്റിൽ കാണാനല്ലാതെ വൈഡായിട്ട് നിങ്ങൾക്ക് ആരെ കാണാൻ കഴിയില്ല, അവരെ കാണാൻ കഴിയില്ല. പക്ഷെ ആൻജിയോസ്പേംസ് അങ്ങനെയല്ല, എല്ലായിടത്തും കാണാൻ പറ്റുന്ന ഒരാളാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആൻജിയോസ്പേം എന്ന് പറയുന്നത് വളരെ ചെറിയ
ടൈനി അതായിട്ടുള്ള മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള എന്താ പറയാ ഫ്ലവർ ഉള്ള ഒരു വോൾഫിയ മുതൽ ഏറ്റവും വലിയ ഫ്ലവറിങ് പ്ലാന്റ് ആയിട്ടുള്ള യൂക്കാലിപ്റ്റസ് വരെ അടങ്ങിയിട്ടുള്ള ഒരു ആളും കൂടിയാണ് ആൻജിയോസ്പെർമ്സ്. ഇനി ഈ പറയുന്ന സാധനം ആൻജിയോസ്പെർമിന്റെ 2 ക്ലാസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടില്ലേ. ഇത് എന്ന് പറയുന്നത് ഒന്ന് മോണോകോട്ട്, ഒന്ന് ഡൈക്കോട്ട് ആണ്. ഇത് തീർച്ചയായിട്ടും നമ്മൾ വരും ക്ലാസ്സുകളിൽ മോർഫോളജിയിലായാലും അനാട്ടമിയിലായാലും ഒക്കെ നമ്മൾ ഡിസ്കഷനിലേക്ക് വരേണ്ടതാണ്. ഇപ്പൊ മോണോകോട്ട് ആണെങ്കിൽ സിംഗിൾ കോട്ടിലിഡനായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക, പാരലൽ വീനേഷൻ ഉണ്ടായിരിക്കും. ഫ്ലവർ ട്രൈമറസ് എന്നൊക്കെ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഫ്ലവറിന്റെ കാലിക്സ്, ഇപ്പൊ ഞാൻ പറയാം, ഫ്ലവറിന്റെ കാലിക്സ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ കാലിക്സിന്റെ സെപ്പിൽ 3 ആണെങ്കിൽ ട്രൈമറസ് ആവും, അത് 4 ആണെങ്കിൽ ടെട്രാമറസ് ആവും, 5 ആണെങ്കിൽ പെൻഡാമറസ് ആവും. അതൊക്കെ ഡൈക്കോട്ടിലാണ് കാണുക. ടെട്രാമറസും പെൻഡാമറസുകളും ഒക്കെ നമ്മൾ അധികം കാണുന്നത് ഡൈക്കോട്ടുകളിലായിരിക്കും ഉണ്ടാവുക. ഡൈക്കോട്ടിൽ റെറ്റിക്കുലേറ്റ് വീനേഷൻ ആണ്. വീനേഷനൊക്കെ നമ്മൾ അടുത്ത മോർഫോളജിയിൽ ഡിസ്കഷൻ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇതിന്റെ റീപ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആൻജിയോസ്പെർമിന്റെ കാര്യങ്ങൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നിങ്ങൾ പഠിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ വർക്ക്ഔട്ട് ചെയ്യാം. ഇപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എവല്യൂഷണറി ബേസ്ഡ് ആണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഫൈലോജനറ്റിക്കിന്റെ ആ ഒരു ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? എടുക്കാം. കീമോ ടാക്സോണമി നമ്മൾ പഠിച്ചതാണ്, കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവന്റ് ആണ് നോക്കുന്നത്. അതുകൊണ്ട് ഇതിൽ ഓപ്ഷൻ ബി ആണ് വരിക, കീമോ ടാക്സോണമി. The member of Euophysia or brown algae found in primarily in, അവർ ഏറ്റവും കൂടുതൽ റെഡ് ആൽഗകളായാലും ബ്രൗൺ ആൽഗകളായാലും കൂടുതലും കാണപ്പെടുന്നത് മറൈൻ ഹാബിറ്റേറ്റിലാണ്, ഫ്രഷ് വാട്ടറിനേക്കാളും കൂടുതൽ. മറ്റേ ഗ്രീൻ ആൽഗ ആണെങ്കിൽ നമുക്ക് പിന്നെയും പറയായിരുന്നു അവർ ഫ്രഷ് വാട്ടർ ആണ് എന്നുള്ളത്. ഗ്രീൻ ആൽഗ യൂഷ്വലി സെൽ വാൾ മേഡപ്പ് ഓഫ് ഇന്നർ ലെയർ ഓഫ് സെല്ലുലോസ് ആൻഡ് ഔട്ടർ ലെയർ പെക്ടോസ്. അതാണ് നമ്മൾ പഠിച്ചിരുന്നത് അല്ലെ, സെൽ വാളിന്റെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു. In most green algae, pyrenoids represent a storage body located in, എവിടെയാണത്? ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലാണ് അത് കാണുന്നത്. ഒരു പ്രോട്ടീൻ കോറിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു സ്റ്റാർച്ച് ഉണ്ടാവും. അഗാർ ഈസ് കൊമേഴ്ഷ്യലി ഒബ്റ്റൈൻഡ് ഫ്രോം, എവിടുന്നാണ് അഗാർ കിട്ടുന്നത്? റെഡ് ആൽഗെ എന്നാണ്. അഗ്രാസിലേറിയ ജലീഡിയം പോലുള്ളത്. ഫൈക്കോ എറിത്രിൻ പിഗ്മെന്റ് ഫൗണ്ട് ഇൻ റെഡ് ആൽഗെ, അത് റെഡ് ആൽഗെ എന്നാണ് അല്ലെ. ഫൈക്കോ ഫൗണ്ട് ഇൻ റെഡ് ആൽഗെ. ഇനി ലാമിനാരിൻ ആൻഡ് മാനിറ്റോൾ റിസർവ് ഫുഡ് ബ്രൗൺ ആൽഗയാർ. ലാമിനാരിൻ മാനിറ്റോളും ഒരു റിസർവ് ഫുഡ് മെറ്റീരിയൽ ആണ് ബ്രൗൺ ആൽഗയിലുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ലാമിനാരിൻ മാനിറ്റോളും അതൊരു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്, നമ്മളത് വായിച്ചു പോയിരുന്നു. ഫ്യൂഷൻ ബിറ്റ്വീൻ എ ലാർജ് നോൺ മോട്ടൈൽ ഫീമെയിൽ ഗാമീറ്റ് ആൻഡ് സ്മോളർ മോട്ടൈൽ മെയിൽ ഗാമീറ്റ്സ് ആർ കോൾഡ് ഊഗാമെ. നമുക്ക് അറിയുന്ന കാര്യമാണ്. യൂളോത്രിക്സ് ഫിലമെന്റ് പ്രൊഡ്യൂസ്, യൂളോത്രിക്സ് ഐസോഗാമേറ്റ്സ് ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, നമ്മൾ ഡിസ്കഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇൻ വിച്ച് ദ സെൽ വാൾ പൊസസ് പെക്റ്റിൻ പോളിസൾഫേറ്റ് എസ്റ്റേറ്റ് ബിസൈഡ് സെല്ലുലോസ്. റെഡ് ആൽഗയിൽ നമ്മൾ ആ ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും റോഡോഫൈസിയയില്. എ ടൈപ്പ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫൗണ്ട് ഇൻ റെഡ് ആൽഗ. റെഡ് ആൽഗയിൽ ഒരേ ഒരു സെക്ഷൽ റീപ്രൊഡക്ഷനെ കാണുന്നുള്ളൂ, അത് ഊഗാമസ് ആണ്, മനസ്സിലാക്കുക. ബ്രയോഫൈറ്റ്സ് ഇൻക്ലൂഡ് ലിവർവോർഡ്സ് ആൻഡ് ഫേൺസ് ആണോ, മോസസ് ആൻഡ് ഫേൺസ് ആണോ, മോസസ് ആൻഡ് ലിവർവോർഡ്സ് ആണോ, മോസസ് ആൻഡ് ലിവർവോർഡ്സ്, സംശയമൊന്നുമില്ല. The gametophyte is dominant, photosynthetic, sexually reproducing and independent. അതായിരിക്കാം ഗാമറ്റോഫൈറ്റ് ഡോമിനന്റ് ആണ്, ഫോട്ടോസിന്തറ്റിക് ആണ്, സെക്ഷലി റീപ്രൊഡ്യൂസിങ് ആൻഡ് ഇൻഡിപെൻഡന്റ്. അത് ബ്രയോഫൈറ്റിനല്ലേ. ബാക്കിയുള്ളതൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് ടെരിഡോഫൈറ്റ്സ് മുതൽ ആൻജിയോസ്പം വരെ ഗാമിറ്റോഫൈറ്റ് അല്ലല്ലോ, സ്പോറോഫൈറ്റ് അല്ലേ, ഫ്രീ ലിവിങ്. ഓക്കെ. മാർക്കേൻഷ്യ മൊണീഷ്യസ് ആണോ, ഡൈഷ്യസ് ആണോ, ഹെട്രോസ്പോറസ് ആണോ, ഫെനറോഗാംസ് ആണോ എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. മാർക്കേൻഷ്യയുടെ താലസ്, മെയിൽ താലസും ഫീമെയിൽ താലസും സെപ്പറേറ്റ് പ്ലാന്റിലാണ്. സെപ്പറേറ്റ് ആണെങ്കിൽ മെയിലും ഫീമെയിലും അവരെ നമ്മൾ വിളിക്കുന്ന പേര് ഡൈഷ്യസ് എന്നാണ്. അപ്പൊ മാർക്കേൻഷ്യ ഡൈഷ്യസ് ആണ്. ജെമ്മെ ആർ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് ബോഡീസ് ഓഫ് ലിവർവോർഡ്സിൻ്റെതാണ്. ജമ്മ കപ്പിൽ ഡെവലപ്പ് ചെയ്യുന്ന മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള അസെക്ഷൽ ബഡ്. ജെമ്മെ ആർ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ പ്രൊഡ്യൂസ്ഡ് ഇൻ ലിവർവോർഡ്സ്. These are green multicellular asexual bud develop in Gemma cups. അതിന്റെ ആൻസർ കീ നിങ്ങൾ ഓപ്ഷൻസ് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് കിട്ടുന്ന വിചാരിച്ചിട്ട് തന്നെയാണ് ഞാനത് പെട്ടെന്ന് മാർക്ക് ചെയ്യുന്നത്.
ആന്ത്രോസോയിഡ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ബ്രയോഫൈറ്റ്സ്, തീർച്ചയായിട്ടും അതൊരു ബൈഫ്ലജല്ലേറ്റഡ് ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Which of the following used as a fuel and a good capacity of water absorption? ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് ടെറിഡോഫൈറ്റ്സിലല്ല, ബ്രയോഫൈറ്റ്സിലെ സ്ഫാഗ്നത്തിന് നമ്മൾ ലിവിങ് മെറ്റീരിയൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ളത് കൊണ്ടല്ലേ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് വുഡ് യു പ്ലേസ് ദ പ്ലാന്റ്സ് ഹാവിംഗ് വാസ്കുലാർ ടിഷ്യൂ? വാസ്കുലാർ ടിഷ്യൂ ഉണ്ട് പക്ഷെ സീഡ് ഇല്ല. അങ്ങനെയുള്ള പ്ലാന്റ് ടെറിഡോഫൈറ്റ്സ് ആണ്, സീഡ് ഇല്ലാത്തത്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ ആണ്. ഇൻഫേൺ പ്രോതാലസ് ഡെവലപ്സ് ഫ്രം, പ്രോതാലസ് ഉണ്ടാവുന്നത് എവിടുന്നാണെന്നാണ്. പ്രോതാലസ് ഡെവലപ്പ് ചെയ്യുന്നത് എവിടുന്നാണ്? സ്പൊറാഞ്ചിയ, സ്പോർ മദർ സെൽ മിയോസിസ് നടന്ന് സ്പോറിൽ നിന്നുമാണ് എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്? ഈ പറയുന്ന പ്രോതാലസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഹെട്രോസ്പോറസ് ടെറിഡോഫൈറ്റ്സ് ആർ, നമുക്കറിയാം സെലാജിനലെയും സാൽവീനെയും. മനസ്സിലായോ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി ഇട്ട് തന്നതെന്നല്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതേ രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് സിമ്പിൾ ആണോ തോന്നുന്നത് എനിക്കറിയില്ല. ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് NCERT ഒന്നും നിങ്ങൾ പോകേണ്ട കാര്യമില്ല. NCERT ഒതുങ്ങി പഠിക്കുക, അത് തന്നെയാണ് വരുള്ളൂ. ടെറിഡോഫൈറ്റ്സ് ഡിഫർ ഫ്രം ബ്രയോഫൈറ്റ്സ് ആൻഡ് താലോഫൈറ്റ്സ് ഇൻ ഹാവിംഗ്. ടെറിഡോഫൈറ്റ്സ് ഡിഫർ ഫ്രം ബ്രയോഫൈറ്റ്സ് ആൻഡ് താലോഫൈറ്റ്സ് മീൻസ് ആൽഗയാണ്. ആൽഗയിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ളത് എന്താണ്? അവർക്ക് എന്തുണ്ട്? വാസ്കുലർ ടിഷ്യൂ ഉണ്ട്, അത് ഉറപ്പാ. മൊട്ടൈൽ ആന്ത്രോസോയിഡ്സ് എല്ലാവർക്കും ഉണ്ട്. ആർക്കിഗോണിയ ആൻട്രേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ബയോളജി ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞിരുന്നു അല്ലെ, ഹാപ്ലോയിഡും ഡിപ്ലോയിഡും മാറി മാറി വരുന്നത് ഈ പ്ലാൻ ഗ്രൂപ്പുകൾക്ക് ഉണ്ട് എന്നുള്ളത്. അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ. അസേഷൻ സെലാജിനൽ സാൽവിനി ആർ ഹോമോസ്പോറസ്, അത് തെറ്റാ അല്ലെ? റീസൺ സിമിലർ കൈൻഡ് ഓഫ് സ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ സെലാ, അതും തെറ്റാ, രണ്ടും തെറ്റാ. ബോത്ത് അസേഷൻ ആൻഡ് റീസൺസ് ആർ ഫാൾസ്. കാരണം അതെന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അസേഷൻ ആൻഡ് റീസൺ, ബോത്ത് അസേഷൻ ആൻഡ് റീസൺസ് ആർ ഫാൾസ്. ഡി ഓപ്ഷൻ. 25ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് പ്ലാന്റ് പ്രൊഡ്യൂസ് സീഡ്സ് ബട്ട് നോട്ട് ഫ്ലവർ? സീഡ് ഉണ്ട് പക്ഷെ ഫ്ലവർ ഇല്ല. അത് ജിംനോസ്പേം അല്ലേ? ജിംനോസ്പേമിന് എക്സാമ്പിൾ ആരാ? പൈനസ് ആണ്. ബാക്കിയൊക്കെ ആൻജിയോസ്പേം ആണ്, അവർക്കൊക്കെ ഫ്ലവർ ഉണ്ട്. മൈസ് ആയാലും മിന്റ് ആയാലും പീപ്പാൾ ട്രീ ആൽമര ആയാലും ഒക്കെ. 26. വിച്ച് ഓഫ് ദ ഫോളോവിങ് ജിംനോസ്പേം ഹാസ് ബ്രാഞ്ചഡ് സ്റ്റെംസ്? ബ്രാഞ്ചഡ് സ്റ്റെംസ് ഉള്ളത് ആർക്കാണ്? പൈനസിനാണ്. മനസ്സിലായോ? പൈനസിനാണ്. മൈക്കോറൈസൽ റൂട്ട്സ് ആർ ഡാഷ്, അത് കാണുന്നത് പൈനസിലാണ്. റൂട്ട്സ് ഓഫ് സൈക്കസ് ആർ കോറലോയിഡ് റൂട്ട്സ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ജിംനോസ്പേം ഒവ്യൂൾസ് ആർ ബോൺ. ഒവ്യൂൾസ് എന്ന് പറഞ്ഞാൽ മെഗാസ്പൊറാൻജിയം ഡെവലപ്പ് ചെയ്യുന്നത് മെഗാസ്പോറോഫില്ലാണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ പൈനസ് ഓർ ജിംനോസ്പേം ഡിഫർ ഫ്രം ആൻജിയോസ്പേം ഇൻ ഹാവിംഗ്. ഡിഫർ ഫ്രം അതായത് പൈനസ് കാരണം അവരെന്താണ്? ഇതാണ് അല്ലെ, ഒവ്യൂൾസ് ആർ നോട്ട് എൻക്ലോസ്ഡ് ഇൻ ഓവറി. ബാക്കി എല്ലാവർക്കും ഉണ്ട്. വാസ്കുലർ ടിഷ്യൂ രണ്ടുപേർക്കും ഉണ്ട്. ഹെട്രോസ്പോറസ് ആണ് ആൻജിയോസ്പേമും ജിംനോസ്പേമും. സീഡ്സും രണ്ടുപേരും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ പൈനസ് അല്ലെങ്കിൽ ജിംനോസ്പേംസിൽ ഒവ്യൂളിനെ എന്ത് ചെയ്തിട്ടില്ല? ഓവറി ആയിട്ട് കണക്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ പഠിക്കേണ്ടത് പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്റർ ഞാൻ 30 ക്വസ്റ്റ്യൻ അതിൽ കൊടുത്തിട്ടുള്ളൂ. തീർച്ചയായിട്ടും ഇത്രയും മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്ലാൻ കിങ്ഡത്തിന്റെ ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഔട്ട്ലൈൻ വെച്ച് നീറ്റിന് പ്രിപ്പയർ ചെയ്യുക. ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ഔട്ട്ലൈൻ അതൊരു നീറ്റ് റിവിഷൻ ആയിട്ട് നിങ്ങൾ അതിനെ നല്ല രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കൊക്കെ വെക്കുക. ഇനിയും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞ നമ്പറിലേക്ക് നിങ്ങൾ സെൻഡ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത ചാപ്റ്ററുമായി വരാം. അതുവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ.